അവർക്ക് സെക്യൂരിറ്റി നീഡ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, സ്നേഹം ലഭിച്ചിട്ടില്ല, ആദരവ് ലഭിച്ചിട്ടില്ല. ഇത് സ്കൂളിൽ പോയാലും കണക്ക് തന്നെ, പോയില്ലെങ്കിലും കണക്ക് തന്നെ. നിങ്ങൾ ആലോചിക്കട്ടെ, സ്കൂളിൽ നിന്ന് കുട്ടികൾ വൈകുന്നേരം 4-4:30 മണിക്ക് വരുന്ന സമയത്ത് ഉമ്മ എന്താക്കാണ്, നല്ല ചായ കൊണ്ടുവച്ചിട്ട് കടി കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നും ഇതാ അവസ്ഥ. ബാഗെല്ലാം വാങ്ങി വെച്ച് വാ മോനെ ഇരിക്കും മോനെ, ഭയങ്കര റെസ്പെക്റ്റ് ആണ്. എവിടുന്നോ വരുന്ന മോനല്ലേ. സാധാരണ വീടുകളിലെ അവസ്ഥ എന്താ? മക്കൾ വരുമ്പോൾ ഗൾഫിൽ നിന്ന് നല്ല സമ്പാദ്യമായിട്ട് വരികയാണെങ്കിൽ ഭയങ്കര ആദരവാണ് അല്ലേ? ക്യാൻസലായിട്ട് വരികയാണെങ്കിലോ എല്ലാം ഇല്ലാതായിട്ട് വരികയാണെങ്കിലോ ആ പഴയ സംഗതി കിട്ടുന്നില്ല. എന്തായിരിക്കും നമ്മളെ ഇപ്പം നമ്മളെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല, അതിനെ വെച്ചുണ്ടാവില്ല, ആയിക്കോട്ടെ. കുട്ടികൾക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റാത്തൊരു സമയം, നിസ്സഹായരായ ഒന്നും ചെയ്തു തരാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ആദരവിനുണ്ടല്ലോ ഭയങ്കര വിലയായിരിക്കും. അവിടെയാണ് വില. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ വരുന്ന കുട്ടിയെ ആദരിച്ച് ബാഗെല്ലാം എടുത്ത് വെച്ച് ഇരുത്തി ചായ കൊടുക്കുമ്പോൾ ഒരു ദിവസം അത് ശീലിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ഞായറാഴ്ച സ്കൂളില്ല, പക്ഷെ 4-4:30 ചായയും കിട്ടുന്നില്ല, കടിയും കിട്ടുന്നില്ല. കുട്ടിക്ക് തോന്നൂലേ ഇന്ന് സ്കൂളുണ്ടായിരുന്നു അങ്ങനത്തെ സൗകര്യം എന്ന് പറഞ്ഞാൽ ചായ ഇട്ടിട്ടായിരുന്നു. ഒരു ആദരവ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കുട്ടികൾ നോമ്പെടുക്കാറില്ല? ചെറിയ കുട്ടികൾ നിങ്ങൾ നിർബന്ധിച്ച് നോമ്പെടുപ്പിക്കാണോ? അല്ല. എന്താ കാരണം? പട്ടിണി കിടക്കാനുള്ള താല്പര്യം കൊണ്ടാണോ? ആണോ? അല്ല. പിന്നെന്തേ? നോമ്പെടുത്താൽ ആ നോമ്പ് മുറിക്കാൻ നേരത്ത് ഒരു പ്രത്യേക പരിഗണന വീട്ടിൽ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? അന്നേരം വിളിച്ചിരുത്തി സാധാരണ കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ കിട്ടുമുണ്ടല്ലോ, വിശന്നാൽ എന്തേ ഇപ്പോഴെങ്കിലും ഒരു പരിഗണന കിട്ടുന്നുണ്ടല്ലോ. ഇതാണ് കുട്ടികളുടെ ഒരു സൈക്കോളജി. നിങ്ങൾ ഗസ്റ്റ് വന്നാൽ പറഞ്ഞു നോക്കട്ടെ, ഇവനറിയോ ഇവൻ 5 നോമ്പ് എടുത്തത് ഭയങ്കരമാണോ എന്ന് പറഞ്ഞു നോക്കട്ടെ. അന്ന് അത്തായം കിട്ടിയില്ലെങ്കിൽ പോലും പിറ്റേ ദിവസം നോമ്പ് ഉറപ്പാ. അതാണ് അംഗീകാരം. ഇത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുമ്പോഴാണ് ആ കുട്ടിക്ക് അഭിവൃദ്ധി ഉണ്ടാകുക. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് പഠിക്കുന്നില്ല എന്ന് നിങ്ങൾ 1000 വട്ടം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് ആ കുട്ടിക്ക് ആദരവ് നമ്മൾ നൽകണം. വീട്ടിൽ നിന്ന് മാതാവ് വിളിച്ച് പറയും, മോൻ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതുണ്ട്, ഞാൻ ഇപ്പം പറയുന്നില്ല, ഇപ്പം പറഞ്ഞാൽ പിന്നെ എന്നെ കുതിര കയറും, നിങ്ങൾ പിന്നെ വിളിച്ചോളി ടെക്. കുറച്ച് നമ്മൾ വിളിച്ചു, സലാം അലൈക്കും. അവൻ വലൈക്കും സലാം. എന്താടാ എന്നെ കുറിച്ച് കംപ്ലൈന്റ് ഒക്കെ? നീ എന്താ അതാണ് ഇനി അവനെ ഇട്ടും വെച്ച് ആകെ ഒരു കണക്ഷൻ ഉണ്ടായ ലൈൻ കട്ടായി. ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താ? ആ കുട്ടിക്ക് ആ കേട്ട വാക്കിനൊക്കെ ഒരു മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ എന്തെങ്കിലും പോയിട്ട് പിന്നെയും കച്ചറുണ്ടാക്കണം. നമ്മൾ വിചാരിച്ചെന്നറിയോ, ഇതിങ്ങനെ പറയാന്നുള്ള ചില ഭാര്യമാരുടെ പ്രശ്നം അതാ. ഭർത്താവിനോട് പറയും, നിങ്ങൾ പറയാനിട്ടാണ്, നിങ്ങൾ ചൂടായിട്ടാണ്, നിങ്ങൾ അടിക്കായിട്ടാണ് അങ്ങനെ ആവാത്ത, അപ്പുറത്തെ വീട്ടിൽ നല്ല ടക്ക് സൗണ്ട് കേൾക്കുന്നത്, നിങ്ങൾ എന്താ പോരാത്തത്? അപ്പൊ അങ്ങനെ പോട്ടെ, നാളെ പോലെ അടിച്ചാലേ നമ്മളും തീരുമാനിക്കുക അടിക്കാൻ. ഇതിങ്ങനെയൊന്നും ചെയ്യേണ്ട സംഗതി അല്ല. നമ്മളെ കുട്ടിയുടെ അവസ്ഥ എന്താണ്, വിഷയങ്ങൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താണ്, സ്വഭാവര വിഷയമാണ് നമുക്ക് വേറെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കുട്ടികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അത് കൊടുക്കേണ്ട രീതിയിൽ നമ്മൾ നിറവേറ്റുന്നു. പിന്നെയുള്ളതാണ് എന്താണ് ആസ്വാദനം എന്നുള്ള കുട്ടിയുടെ ആവശ്യം. അതിനുശേഷമാണ് ആത്മസാക്ഷാത്കാരം. അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്ന ഈ ആവശ്യങ്ങളൊക്കെ ഇങ്ങനെ നിറവേറ്റുമ്പോഴാണ് കുട്ടികൾക്ക് ബോധ്യപ്പെടുക, ഇത് എൻ്റെ മാതാവും പിതാവും മാത്രമല്ല, സാക്ഷാൽ എൻ്റെ രക്ഷിതാവാണ്. ആ പിതാവും മാതാവും വരുമ്പോഴാണ് കുട്ടിക്ക് ആനന്ദമായി. ചില കുട്ടികൾ പറയാറുണ്ട്, പിതാവ് വരുന്നുണ്ട്, ഈ 2 മാസം വരെ ഒന്നും നടക്കൂല. എന്നർത്ഥം എന്താ? ഭയങ്കര രീതിയില്ല. പിതാവ് നാളെ പോക്കായി എന്നുള്ള വാർത്ത കേട്ടാലോ അൽഹംദുലില്ലാ, നാളെ പോക്കായല്ല, സമാധാനമായി. എന്താ അതിൻ്റെ അർത്ഥം? ചില ആൾക്കാരുണ്ട് നല്ല, നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അറിയാത്തത് കൊണ്ടാണ്. ഇസ്ലാമികമായിട്ടൊക്കെ ഒക്കെ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ സൗണ്ട് കേൾക്കുന്ന കുട്ടികൾ അവനെ വരുന്ന ശൈത്താൻ വരുന്നതാ എന്നൊരു ഭീതി. ഇങ്ങനല്ലല്ലോ പിതാവ് ഉണ്ടാവേണ്ടത്, ഇങ്ങനല്ലല്ലോ മാതാവ് ഉണ്ടാവേണ്ടത്, ഇങ്ങനല്ല പിതാവിനെ മാതാവ് പരിചയപ്പെടുത്തേണ്ടത്. നിങ്ങളുടെ വീടായിരിക്കണം സ്വർഗം, ഭൂമിയിലെ സ്വർഗം. ഇത് ഉണ്ടാക്കേണ്ട രീതിയിൽ നമ്മൾ ഉണ്ടാക്കണം. അപ്പോഴാണ് നമ്മളെ മക്കൾ നമ്മളിലേക്ക് ആകർഷിക്കുക. അല്ലെങ്കിൽ നമ്മളെ മക്കൾ ആകർഷിക്കും വേറെ പലരിലേക്കുമായിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കുക ബേസിക് ആയിട്ട്. അപ്പം നമ്മളെ കുട്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റുക. ആ സമയത്താണ് മിക്കവാറും നമ്മൾ കുട്ടികളുടെ മനസ്സിൽ രക്ഷിതാവ് എന്ന ഒരു സ്ഥാനം നേടുക. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഞാൻ പഠനത്തിൻ്റെ മേഖലയിൽ പോകുന്നില്ല, ഒരുപാട് ആ വിഷയത്തിൽ പറയാനുണ്ട്. നമ്മളെ കുട്ടികൾ ഇഹത്തിലും നാളെ പരത്തിലും വിജയിക്കണം. ഇതാഗ്രഹിക്കാത്ത രക്ഷിതാക്കളില്ല. പക്ഷെ നമ്മളെ കുട്ടികളുടെ സ്വഭാവപരമായ വിഷയത്തിൽ ആ കുട്ടികൾക്കുണ്ടാകുന്ന നല്ല നല്ല സ്വഭാവ ഗുണങ്ങളാണ് ആ കുട്ടി ഇവിടെ നല്ല ഒരു അഡ്രസ് ഉണ്ടാക്കി തരുന്നത്. അവൻ്റെ സ്വഭാവ സവിശേഷതയാണ് നാളെ പരലോകത്തും അവന് നല്ല ഒരു ഐഡന്റിറ്റി അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ ലഭിക്കുന്നത്.
പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കുട്ടികളിൽ നിന്ന് സ്വഭാവപരമായ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നില്ലേ? ഇല്ലേ? നിങ്ങളെ കുട്ടികളിൽ നിന്ന് എന്തൊക്കെ സ്വഭാവ പ്രശ്നങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള സ്വഭാവ പ്രശ്നങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നത്? പറയാൻ പറ്റുമോ? പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ അറിവ് വെച്ച് ഞാൻ അതിൻ്റെ പോരായ്മയോ അല്ല അതിൻ്റെ പരിഹാരമോ നമുക്ക് ഇവിടുന്ന് ചർച്ച ചെയ്യാം. നിങ്ങൾ പറഞ്ഞ പ്രശ്നമേ ചർച്ച ചെയ്യുള്ളൂ. നിങ്ങളെ കുട്ടികളിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ നേരിടുന്നത് സ്വഭാവപരമായിട്ട്? വാശിയുണ്ട് കുട്ടിക്ക്, ശരി, ഒന്ന് നോട്ട് ചെയ്യണം. വാശിയുണ്ട് കുട്ടിക്ക്, പിന്നെ അനുസരണ ഇല്ല, പിന്നെ താല്പര്യമില്ല. അത് പഠനത്തില്, പിന്നെ പഠനത്തിൽ താല്പര്യമില്ല, പിന്നെ ഇതിലെ താല്പര്യമില്ലാത്തത് ഭക്ഷണത്തില് ഒന്നും കൂടി ഉണ്ട്. നാട്ടിൽ നിന്ന് ഏറ്റവും കംപ്ലൈന്റ് അതാ വരിക, നിസ്കാരത്തില്, ആരാധനയില്. ഇത് മൂന്നിലും താല്പര്യമില്ല. പിന്നെ പ്രശ്നം എന്താ? വേറെന്താ പ്രശ്നമുണ്ട്? യെസ്, വേറെന്താ പ്രശ്നം കുട്ടീൻ്റെ? നിങ്ങളെ കുട്ടിയുടെ സ്വഭാവ പ്രശ്നം എന്താണ്? വേറെ എന്താണ്? വേറെ പ്രശ്നമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ? എങ്ങനെ? അതാ സ്വഭാവ ദൂഷ്യത്തിന്റെ കാരണമാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ എന്തൊക്കെ അതിന്റെ പേരിൽ എന്തൊക്കെ കുട്ടികൾ ഉണ്ടാകുന്നു കാര്യങ്ങള് വെച്ചാൽ കളവ് പറയാ, ഇല്ലേ? കുട്ടി കളവ് അറിയാം. ഞാൻ നിഷേധിക്കാതെ അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുന്നതിൽ പെടും. കളവ് പറയുന്ന ശീലം കുട്ടികൾക്കില്ലേ? ഉണ്ട്. അപ്പൊ എന്തൊക്കെ പറഞ്ഞത്? വാശി, അനുസരണക്കുറവ്, പഠനത്തില് താല്പര്യമില്ല, നമസ്കാരം താല്പര്യമില്ല, ഭക്ഷണത്തിൽ താല്പര്യമില്ല, ഭക്ഷണം ഉണ്ട്, പിന്നെ കളവ് പറയും, പിന്നെന്താ? വികൃതി കാണിക്കുന്നു. അതില്ലേ? അതില്ലേ? അത് താല്പര്യമുള്ള ഫീൽഡാണ് നിങ്ങൾ പറയുന്നത്. സാധനങ്ങളെ നശിപ്പിക്കൽ, നശീകരണ സ്വഭാവമുള്ള കുട്ടികൾ. എന്ത് കൊടുത്താലും കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് നശിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളെ കുട്ടികൾ ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും വാശി പിടിക്കുന്ന, അനുസരണയില്ലാത്ത, പഠനത്തിലോ ഭക്ഷണം കഴിക്കാനോ നിസ്കാരത്തിലോ ഒരു താല്പര്യമില്ലാത്ത, കളവ് പറയുന്ന, വികൃതി കളിക്കുന്ന, നശീകരണ സ്വഭാവമുള്ള കുട്ടികളാണ് നമ്മുടെ ഒക്കെ മക്കള്. കുട്ടികൾ കേട്ടിട്ടില്ലല്ലോ? ശരിയല്ലേ? നിങ്ങളെന്ത്, നിങ്ങൾ എഴുതിയത് വായിച്ചതാ? ശരിയല്ലേ നിങ്ങൾ എഴുതിയത്? ശരിയല്ലേ? നമ്മൾ കുട്ടികളെ കുറിച്ച് പരാതി പറയുന്നു. പക്ഷെ നേരത്തെ ഇവിടെ ആമുഖത്തിൽ ഓതി നിങ്ങളോട് പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഒറിജിനൽ മാനുഫാക്ചറിങ് അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് എന്താ അറിയോ? നിർമ്മിച്ച ആളെ സർട്ടിഫിക്കറ്റ് എന്താ? മുഴുവൻ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെ ആരാ ഈ പരാതിക്ക് കാരണം? വാബവാഹു, മാതാപിതാക്കളാണ്. അതെങ്ങനെയാ സംഭവിക്കാം? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 18ഉം 20ഉം വയസ്സായ കുട്ടികളുമായി കൗൺസിലിങ്ങിന് വരികയാണ്. ഒന്ന് ഇവനെ ലെവലാക്കി തരണം. പക്ഷെ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴൊക്കെയാണ് ആരെയാ ലെവലാക്കേണ്ടത് പിന്നെയാ മനസ്സിലായത്. നമ്മൾ ആലോചിക്കേണ്ടത് ഈ സ്വഭാവം എന്ന സാധനം എങ്ങനെ ഉണ്ടാകുന്നു? ഒരു കുട്ടിയിൽ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട 2 ഘടകമാണത്രേ. ഒന്ന് ഹെറിഡിറ്റി, പാരമ്പര്യം, മറ്റൊന്ന് എൻവയോൺമെന്റ് അഥവാ ചുറ്റുപാട്, പരിതസ്ഥിതി. പാരമ്പര്യം, പരിതസ്ഥിതി. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയാണ്ടല്ലോ, മോന് ഉപ്പാന്റെ ദേശം അങ്ങനെ തന്നെ അതാ കിട്ടിയിട്ട്, അത് പാരമ്പര്യത്തിൽ കിട്ടിയതാ. പരിതസ്ഥിതി എന്ന് പറഞ്ഞാൽ കുട്ടി വളർന്ന ചുറ്റുപാട്. ആധുനിക സൈക്കോളജി പറയുന്നത് നിങ്ങൾ ഒരു കുട്ടിക്കും സ്വമേധയാ ഒരു സ്വഭാവ ഗുണം ഉണ്ടാവില്ല. മനുഷ്യ കുട്ടിന്റെ പ്രത്യേകത അതാണ്. കുട്ടികളുടെ പക്വതക്കനുസരിച്ച് നിങ്ങൾ പരിശീലനം കൊടുക്കണം, എങ്കിലേ കുട്ടികൾക്ക് നല്ല നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്വതക്കനുസരിച്ച് പരിശീലനം കൊടുക്കണം. ഇതന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭക്ഷണത്തിൽ കുട്ടികളെ പരിശീലിപ്പിക്കണം. മദ്രസയിൽ ഉസ്താദിനെ പരിശീലിപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താ? ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കണം. ഇത് പറയാന്നല്ലാതെ ഭക്ഷണം മദ്രസയിൽ ഭക്ഷണം കഴിക്കലുണ്ടോ? ഉണ്ടോ? അത് പരിശീലിപ്പിക്കേണ്ട വീട്ടിൽ നിന്നാ. എങ്ങനെയാ? നിസ്കാരത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? മുറു ഔലാദക്കും ഇദാ ബലഗ സബ്അ സിനീന വൈദാ ബലഗ അശ്ര സിനീന ഫദ്രിബുഹും. നിങ്ങളെ കുട്ടികളോട് 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സായ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. എന്താ അതിന്റെ അർത്ഥം?
7 വയസ്സായ കുട്ടീനെ വിളിക്കാം, ഇങ്ങോട്ട് പാടാം. 7 വയസ്സായില്ലേ? അതുകൊണ്ട് ഇനി മുതൽ എന്താക്കണം? നിസ്കരിക്കണം. യെസ്, വിട്ട്. പിന്നെ നമ്മൾ ഗൾഫിൽ പോയി 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാകുക, അല്ലെങ്കിൽ 2 തവണ വന്നു. 10 വയസ്സാകുമ്പോൾ നാട്ടിലുണ്ട്, ഇങ്ങോട്ട് പാടാം. വയസ്സ് എത്രയായി? 10. നിസ്കരിച്ച ഒരു സുന്നത്ത്. 10 വയസ്സായി നിസ്കരിച്ചില്ലെങ്കിൽ എന്താക്കണം? അടിക്കണം. ഇതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥമാണോ? അല്ല. 7 വയസ്സായാൽ നീ പറഞ്ഞു തുടങ്ങണം. 7 മുതൽ 10 വയസ്സ് വരെ പരിപൂർണമായ 3 വർഷം, 1000-ലധികം ദിവസം രക്ഷിതാവാകുന്ന നിങ്ങൾ മാതാപിതാക്കൾ ആ കുട്ടിയുടെ നിസ്കാരത്തിന്റെ പരിശീലകനാണ്, കോച്ചാണ്. കുട്ടിക്കത് ബോധ്യമാണ്. മോനെ പോവല്ലേ പള്ളിയിലേക്ക്, ജമാഅത്തിന്റെ സമയം ഉപ്പ എഴുന്നേറ്റ് ഓടുകയാണ്. ആ ഓടുന്ന കാണുമ്പോൾ കുട്ടിക്ക് തോന്നണം എന്തെങ്കിലും ഇല്ലാണ്ട് വെറുതെ ഓടുക, ഇയാൾ എന്തെങ്കിലും സംഗതി ഉണ്ടാവില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ നമ്മൾ കൂടെ കൂടി പരിശീലിപ്പിക്കണം. പരിശീലകന് കുറച്ച് കളിക്കും ചെയ്യല്ലോ, എന്നിട്ടാണല്ലോ കുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മളത് ചെയ്യുന്നുണ്ടോ? ഈ പരിശീലനം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കുട്ടിയെ മാത്സിന്റെ കോച്ചിങ്ങിന്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുട്ബോൾ കളിയുടെ കോച്ചിങ്ങിന് ഒരാളെ ഏൽപ്പിച്ചു, ഒരു കോച്ചിനെ ഏൽപ്പിച്ചു. 1000 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ കുട്ടി രണ്ടും ശീലിച്ചിട്ടില്ല. നിങ്ങൾ എന്താ ചെയ്യാ? കോച്ചിനെ മാറ്റും. ആ കണക്കിന് മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ? കോച്ച് ശരിയില്ല, അതാണ് പ്രശ്നം. അടിക്കണം ആരെ കുറിച്ച് പറഞ്ഞു നമുക്കറിയില്ല. അതിരിപ്പൂവും അവരടിക്കണം. 3 പൂർണ്ണമായ വർഷം കുട്ടികൾക്ക് പരിശീലനം കൊടുക്കണം, ഉമ്മയോ ഉപ്പയോ. എന്നിട്ട് നമ്മളെന്താ ചെയ്യാ? ഉസ്താദിന് കൊടുക്കുന്നു ഒരു എഴുത്ത്. ഉമ്മ ഇവൻ നിസ്കരിക്കുന്നില്ല, അടിക്കണം. ഉസ്താദ് അടിച്ചു, അന്ന് മുതൽ ഉസ്താദിനോടും ദേഷ്യം ഇല്ലേ? ഉസ്താദിനോട് ദേഷ്യമായുള്ള പ്രശ്നം എന്താ? ഇനി ഉസ്താദ് പറയുന്നതിനോട് ഇതല്ല എൻ്റെ രീതി എന്നാണ്. അപ്പം ഇന്ന് മനഃശാസ്ത്രം പറയുന്നത് നിങ്ങൾ പക്വതക്കനുസരിച്ച് പരിശീലനം കൊടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ പക്വത എന്ന് മുതലാണ് നമുക്കുണ്ടാകുക? എന്ന് മുതലാ പക്വത ഉണ്ടാകുക? എത്ര വയസ്സ് മുതലാ ഒരു കുട്ടിയുടെ പക്വത ഉണ്ടാകുക? എത്ര വയസ്സിലാണ് പക്വതയാകുക ഒരു കുട്ടിക്ക്? 10 വയസ്സ്. വിവിധ വയസ്സുകൾ പറഞ്ഞേക്കാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് പക്വത ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ 6 മാസം മാത്രം പ്രായമുള്ള കുട്ടീനെ നിങ്ങളൊരു ബെഡ് കിടത്തി, ഒരു ഭാഗത്ത് ഉമ്മ കിടന്നു, ഒരു ഭാഗത്ത് വേറെ സ്ത്രീ കിടന്നു. കുട്ടിക്ക് പാല് കുടിക്കാൻ തോന്നിയ ഏത് ഭാഗത്തേക്കാ തിരിയാ? ഏത് ഭാഗത്തേക്കാ? ഉമ്മാന്റെ ഭാഗത്ത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ആ കുട്ടിക്ക് ആവശ്യമായ പക്വത ഉണ്ട്. 1 വയസ്സുള്ള കുട്ടിയെ ഉമ്മ എടുത്താല് സന്തോഷമായി, വേറെ സ്ത്രീ എടുത്താലോ ഒരേ നോട്ടാ, ഇതേതാ സാധനം? ആ കുട്ടിക്ക് അതിനുള്ള പക്വത ഉണ്ട്. പക്വത അധികമായാലും പ്രശ്നമാണല്ലോ ഈ സാധനം. ഇത് അള്ളാഹു അതാത് സമയത്ത് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. നമ്മളെന്താ നൽകേണ്ടതെന്നറിയോ? ആ പക്വത വരുന്നതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആര് കൊടുക്കണം? നമ്മൾ കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ ചുറ്റുപാട്, കുട്ടികളുടെ ചുറ്റുപാട് എന്ന് പറയുന്നതാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ കുട്ടികളുടെ ചുറ്റുപാട് എന്നാരംഭിക്കുന്നത്? എന്നാരംഭിക്കുന്നത്? ചുറ്റുപാട് ആരംഭിക്കുന്നത് എന്ന് മുതലാണ്? കുട്ടികളെ പ്രസവിച്ച മുതലാണ് എന്നാണ് അടുത്ത കാലം വരെ പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. പക്ഷെ അല്ല. തമിഴ്നാട്ടിലെ പ്രശസ്തനായ ഒരു ഗൈനക്കോളജിസ്റ്റ് അത്ര ഡോക്ടർ ഇളങ്കോ, അദ്ദേഹം പറഞ്ഞത്, ഒരു ഗർഭിണിയായ സ്ത്രീ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ 6 മണി മുതൽ 8 മണി വരെ ഗർഭിണിയായ സ്ത്രീ TV സീരിയൽ കണ്ട് കരയുന്നു എങ്കിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്ക് കുട്ടി കരച്ചിൽ ആരംഭിച്ചിരിക്കുന്ന. അതെങ്ങനെയാ? നമ്മൾ സ്ത്രീകൾക്ക് മെഡിസിൻ അധികം, ഗർഭിണികൾ മെഡിസിൻ അധികം കഴിക്കരുത്, പ്രശ്നവും എന്ന് കുട്ടികളോട് പറയാറുണ്ടല്ലോ. ഈ പ്രശ്നം എപ്പോഴും